ഭഗവാൻ സുധാമിയെ, ശ്രേഷ്ഠ ബ്രാഹ്മണനായ സുധാമിയെ അനുഗ്രഹിക്കുന്നത് അല്ലേ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അല്ലേ? അതെ പ്രഭു, അതെ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പോൾ തൽക്കാലം അവിടെ ചെറിയൊരു വിരാമം ഇട്ടുകൊണ്ട് ഇന്നത്തെ ശ്രേഷ്ഠത എന്താ? ഇന്ന് ശിവരാത്രി. ആ, ശിവരാത്രി. അതിലെ പെട്ടെന്ന് രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. എന്താണ്, ഏതായിരിക്കും ആ രണ്ട് ശ്ലോകങ്ങൾ? രണ്ടല്ല, മൂന്ന് ശ്ലോകങ്ങളുണ്ട്. ഏതായിരിക്കും ഓർമ്മിക്കേണ്ടത്? വൈഷ്ണവാനാമത ശംഭു. ആ, ഹരേ കൃഷ്ണ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഭഗവത്ഗീത 3.21 യത് യത് ആചരതി ശ്രേഷ്ഠ യത് യത് ആചരതി ശ്രേഷ്ഠ തത് തത് ഏവ തരോ ജനാഃ. കൃഷ്ണ. ആ, ഗുരുഭ്യോ സയത് നമഃ. പ്രമാണം കുരുതേ. യദ്യദാചരതി ശ്രേഷ്ഠസ്തദേവതരോ ജനഃ സാ യത് പ്രമാണം കുരുതേ ലോകസ്തദനു വർത്തതേ. ഹരേ ആ, കൃഷ്ണ. എന്താണ്? വിവർത്തനശീല പ്രഭാതത്തില് ഒരു ശ്രേഷ്ഠനായ വ്യക്തി എന്തു തന്നെ ചെയ്താലും സാധാരണ ജനങ്ങൾ അദ്ദേഹത്തെ അനുകരിക്കുന്നു. മാതൃകാപരങ്ങളായ പ്രവൃത്തികളിൽ അദ്ദേഹം സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ലോകമൊട്ടാകെ ആദരിക്കുന്നു. ഹരേ കൃഷ്ണ. ആദരിക്കുന്നു. ലോകമൊട്ടാകെ ആദരിക്കുന്നു. അപ്പം ശ്രേഷ്ഠരായ ജനങ്ങൾ എന്ന് പറയപ്പെടുന്നവരുടെ കടമ എന്താ? ശ്രേഷ്ഠമായ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുക എന്നുള്ളതാണ് അല്ലേ? ആണോ അല്ലേ? അതെ ഹരേ. അതെ അതെ. മുമ്പേ ഗമിക്കും ഗോവുതൻ, പിമ്പേ ഗമിക്കും ഗുഗോക്കളെല്ലാം, അല്ലേ? അങ്ങനല്ലേ? ആ, അതുകൊണ്ട് അർജുന, എനിക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഞാൻ എന്തുകൊണ്ട് കർമ്മനിരതനായിരിക്കുന്നു? എന്തുകൊണ്ടാ? അർജുന, ജനങ്ങൾ എന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഞാനാണ് ഒരു ഉദാഹരണമായി അവരുടെ മുന്നിൽ കാണിക്കേണ്ടത്. അതുകൊണ്ട് അർജുന, ഞാനിത് നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു, ഈ രഹസ്യവും പറയുന്നു. ഞാനിതെല്ലാ കർമ്മങ്ങളും എന്താണ്, ഏതാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളത് നമ്മൾ കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭഗവാൻ ഒരു ഗുരുവിനെയും സ്വീകരിച്ചു, അല്ലേ? ശരിയല്ലേ പറഞ്ഞത്? ആണോ? അതെ പ്രഭു, അതെ. അതെ അതെ. അതേ അതേ വഴികൾ തന്നെ സാക്ഷാൽ മഹാദേവർ പിന്തുടർന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു സിസ്റ്റം തന്നെ, വൈഷ്ണവ പരമ്പരയുടെ സിസ്റ്റം, ഒരു സമ്പ്രദായം തന്നെ ഉണ്ടാക്കിയെടുത്തു. ആ, എന്താ സമ്പ്രദായം? സമ്പ്രദായത്തിന്റെ പേര് രുദ്രസമ്പ്രദായം. എന്തോ? രുദ്രസമ്പ്രദായം. രുദ്ര സമ്പ്രദായം. ആ, ഇതാണ് ഒരു ഗുരുശിഷ്യ ബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കടമ എന്താ? ആ സമ്പ്രദായത്തെ പിന്തുടരുക എന്നുള്ളത്, ഗുരുവിനെ പിന്തുടരുക എന്നുള്ളത്. ഇപ്പം 4 സമ്പ്രദായം, വൈഷ്ണവ സമ്പ്രദായം 4 നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല. കുമാര സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, ശ്രീ ശ്രീ സമ്പ്രദായം, സമ്പ്രദായം. മധ്വ ഗൗഡീയ വൈഷ്ണവ സമ്പ്രദായം. 4 സമ്പ്രദായങ്ങൾ. കലിയുഗത്തിൽ ഇതിലൂടെ തന്നെ പോകണം, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അതിനകത്ത് വെറും വാദപ്രതിവാദങ്ങളോ ഒന്നുമില്ല. അതിനകത്ത് ഒന്നുമില്ല, ഒരു സ്ഥാനവും ഇല്ല ഇതിൽ. കലിയുഗത്തിൽ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ എത്ര ക്വാളിറ്റി? 56 58 ക്വാളിറ്റി മഹാദേവർക്കുള്ളത്. ഗുണങ്ങൾ 56 58 ഗുണങ്ങൾ. 88 58 ഗുണങ്ങളുള്ള, അല്ലേ? സാക്ഷാൽ മഹാദേവർ. ഇവിടെ ഹിസ് ആദികർത്ത ഗോപാലദാസ് പ്രഭു പറഞ്ഞതിൻ്റെ കൂട്ട് ഹി വൈഷ്ണവാനാം യഥാശംഭു. എടുത്താട്ട് ശ്ലോകം. ആ,
പെട്ടെന്ന് വേണം, നമുക്ക് രുദ്രഗീതം വായിക്കണം. വൈഷ്ണവാനാമദാസമോ ശ്രീമദ് മഹാഭാഗവതം 12-ാമത്തെ അധ്യായം 13-ാമത്തെ ശ്ലോകം, 12-ാം സ്കന്ധം 13-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം, 12, 13, 16, 12.13.16 SP space 12.13.16 എടുത്തായിരുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. 12-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം. ദശമസ്കന്ധത്തിലാണ്. എന്തോ? ദശമസ്കന്ധത്തിലാണ്. 12-ാമത്തെ സ്കന്ധം 13-ാമത്തെ അധ്യായം 16-ാമത്തെ ശ്ലോകം. 12, 13, 16. ഏത് സ്കന്ധത്തിലുള്ളതാ? ദശമസ്കന്ധമാണോ? 12-ാമത്തെ സ്കന്ധം, സ്കന്ധം നമ്പർ 12. അതാണ് ചോദിക്കുന്നതല്ലേ. അതാ ചോദിക്കുന്നത്, അറിയത്തില്ലല്ലെങ്കിൽ. ഏറ്റവും അവസാനത്തെ സ്കന്ധം, ഏറ്റവും അവസാന സ്കന്ധം നിർത്തുന്നത് ചെറിയൊരു ബുക്കായിട്ടാ അല്ലേ, ചെറിയൊരു ടെസ്റ്റ്. എടുക്കുമ്പോഴത്തേന് ആർക്കും കാണാതെ ശ്ലോകം അറിയാമെങ്കിൽ ചൊല്ലിക്കോളൂ. ഇതൊക്കെ ബൈഹാർട്ടാവേണ്ട ശ്ലോകങ്ങളാണ്. അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ മറ്റൊരു ശ്ലോകം വരുന്നുണ്ട്, അതും കൂടി എടുത്തു വെക്കാം. ഏതാ? രുദ്രാണാം ശങ്കരച്ഛാസ്മി. ഒരിടത്ത് ശ്രേഷ്ഠരായ വൈഷ്ണവരിൽ മഹാദേവർ ശംഭു എന്നെ പ്രതിനിധാനം ചെയ്യുന്നു. ഭഗവത്ഗീതയിൽ മറ്റൊരിടത്ത് പറയുന്നു, 11 രുദ്രന്മാരിൽ അത് 12 രുദ്രന്മാരിൽ ഞാൻ ശങ്കരനെ പ്രതിനിധാനം ചെയ്യുന്നു. എടുത്തോ? 12. വായിച്ചാട്ടെ. ശ്ലോകം 16. നിമ്നഗാനാം യഥാ ഗംഗാ ദേവനാമച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാമിദം തഥാ. ഹരേ കൃഷ്ണ. വായിച്ചാട്ടെ അതിന്റെ ട്രാൻസ്ലേഷൻ. ഗംഗ എല്ലാ നദികളുടെയും മഹാനദി ആയിരിക്കുന്നത് പോലെ മൂർത്തികളിൽ പരമോന്നതൻ ഭഗവാൻ അച്യുതനും വൈഷ്ണവരിൽ ഏറ്റവും മഹാൻ ഭഗവാൻ ശംഭുവും, അതായത് ശിവൻ പോലെ ഭാഗവതം സർവപുരാണങ്ങളിലും വെച്ച് ശ്രേഷ്ഠവുമാകുന്നു. സർവപുരാണങ്ങളിലും വെച്ച്, അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം അമലപുരാണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈഷ്ണവരിൽ ഏറ്റവും ശ്രേഷ്ഠം എന്താ പറഞ്ഞേ? ഹരേ കൃഷ്ണ. യോഗീശ്വരനാണ് ഭഗവാൻ. യോഗേശ്വരനാണെങ്കിൽ മഹാദേവർ യോഗീശ്വരനാണ്. പ്രഭു, അധ്യായം എത്ര പറഞ്ഞ? അധ്യായം ഏതിന്റെയാ? ഇപ്പോഴത്തെ 12-ാമത്തെ സ്കന്ധത്തില് 12, 13, 16 അല്ലേ പറഞ്ഞത്? 16-ാമത്തെ ശ്ലോകം. നേരെ ഇനി ഭഗവത്ഗീതയിലേക്ക് പോവുകയാണ്. ഈ ശ്ലോകങ്ങളെല്ലാം നമ്മൾ ഓർമ്മ വെച്ചിരിക്കണം. 10:23 എടുത്താട്ടെ. 10:23. അതെ, വായിച്ചാട്ടെ. ശ്രീ ഗുരുഭ്യോ നമഃ. രുദ്രാണാം ശങ്കരശ്ചാസ്മി വിത്തേശോ യക്ഷരക്ഷസാം വസൂനാം പാവകശ്ചാസ്മി മേരു ശിഖിർനാമഹം. കൃഷ്ണ. രുദ്രന്മാരിൽ വെച്ച ശിവനാണ് ഞാൻ. യക്ഷരാക്ഷസർ കുബേരനും, പശുക്കളിൽ അഗ്നിയും പർവ്വതങ്ങളിൽ മേരുവുമാണ് ഞാൻ. കൃഷ്ണ. കൃഷ്ണ. എത്ര രുദ്രന്മാരെ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? 11 രുദ്രന്മാർ. 11 രുദ്രന്മാർ. ചെറിയ ഭാവാർത്ഥം ഒന്ന് വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. 11 രുദ്രന്മാരിൽ ശങ്കരൻ, ശിവൻ പ്രധാനിയത്രേ. വിശ്വത്തിൽ തമോ ഗുണത്തിന്റെ ആധിപത്യം വഹിക്കുന്ന ഭഗവാ അവതാരമാണ് ശിവൻ. രാക്ഷസാധിപനായ കുബേരൻ ദേവന്മാരുടെ ഭണ്ഡാരം സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹവും ഭഗവത് പ്രതിനിധി തന്നെ.
പ്രകൃതി വിഭവങ്ങളാൽ സമൃദ്ധമായൊരു പർവ്വതമാണ് മേരു. ഹരേ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. അപ്പൊ നമ്മൾ നേരെ അങ്ങനെയുള്ള ശ്രേഷ്ഠനായ ഭഗവാന്റെ ഭക്തൻ സാക്ഷാൽ മഹാദേവർ. ആ മഹാദേവർ എങ്ങനെയാണ് ഭഗവാനെ പ്രകീർത്തിക്കുന്നത്, ഭഗവാന്റെ ഗുണങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായിട്ട് പാർവതീദേവി മഹാദേവരോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഭഗവാനെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണ്? ഓർമ്മ വരുന്നുണ്ടോ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. മഹാദേവർ എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത്? ഞാൻ പറയുന്നത് നമ്മൾ ചർച്ച ചെയ്യുന്ന മഹാദേവനെ കുറിച്ചിട്ടാണ്. രാമമന്ത്രമാണ് മഹാദേവര് എങ്ങനെയാണ് പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുത്തു തുടങ്ങുന്നത്? പാർവതി ദേവി ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ, ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? പായേന ലഘുന വിഷ്ണു ഇങ്ങനെയാണോ, ഇങ്ങനെ ചാടിക്കേറിയാണോ സംസാരിച്ചത്? പിന്നെ എന്താ പറഞ്ഞു തുടങ്ങിയത്? ശ്രീരാമ രാമ രാമ ശ്രീശോവാച ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമവരാനനെ. ഇതെവിടാ പറഞ്ഞിരിക്കുന്നത്? സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമം. വിഷ്ണു സഹസ്രനാമത്തിൽ ഏത് ഇൻട്രഡക്ഷനിലാണ് സംസാരിച്ചത്? പാർവതിയോട് വിഷ്ണു സഹസ്രനാമത്തിൽ എങ്ങനെ പാർവതി ദേവി മഹാദേവനും തമ്മിലുള്ള സംഭാഷണം വരുന്നു? അത് ഗുരുക്കന്മാർ ആഡ് ചെയ്തത്. ഭഗവാന്റെ 1000 നാമങ്ങൾ ചെല്ലാൻ സാധാരണ ജനങ്ങൾക്ക് പറ്റത്തില്ല. അന്നേരം പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ചെറിയ ശ്ലോകമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഹരേ കൃഷ്ണ. ഞാൻ ചോദിച്ച ചോദ്യം പാർവതി ദേവി മഹാദേവരെ ചോദിക്കുന്നു. രണ്ടുപേരും ഇങ്ങനെ വെറുതെ ഇരിക്കുക, നേരം പോക്കൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. പാർവതി ദേവി മഹാദേവരടുത്ത് ചോദിക്കും, പ്രഭോ, പ്രാർത്ഥനകളിൽ വെച്ച് ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്താണ്? ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ആരാധനാനാം ശ്രേഷ്ഠം. അല്ലയോ ഭവതി, അങ്ങ് ചോദിച്ച ചോദ്യം വളരെ ശ്രേഷ്ഠമായൊരു ചോദ്യമാണ്. വസ്തുതാപരമായൊരു ചോദ്യമാണ് ചോദിച്ചത്. പ്രത്യേകിച്ച് ഇനി വരുന്ന കലിയുഗത്തിൽ എല്ലാവരും ഇതേപോലെ ഈ പറഞ്ഞതുപോലെ മൊത്തം കൺഫ്യൂഷനിലായിരിക്കും. എല്ലാം കൺഫ്യൂഷനിലായിരിക്കും, ഇല്ലേ? ആണോ അല്ലേ? എല്ലാവരും കൺഫ്യൂഷനിലായിരിക്കും. അപ്പൊ എന്ത് ചെയ്യണം? അപ്പം മഹാദേവരത് പാർവതി ദേവി എടുത്ത് പറഞ്ഞു, ഉചിതമായ ചോദ്യം തന്നെ. ഭവതി കേൾക്കൂ. ആരാധനാനാം സർവേഷാം ആരാധനാനാം പത്മപുരാണത്തിലുള്ളതാണ്. അത് എടുത്തു പറയുന്നത് 8-ാമത്തെ സ്കന്ധത്തിൽ 5-ാമത്തെ അധ്യായം 49-ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥത്തിൽ ചില പ്രഭുപാദിൽ പറയുന്നുണ്ട്. പിന്നെ വേറെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയുക, ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്. ആരാധനാനാം സർവേഷാം വിഷ്ണുർ ആരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാനാം സമാർച്ചനം. എടുത്താട്ട് കിട്ടിയോ? അല്ലയോ ദേവി, അല്ലയോ ഭവതി, ചോദിച്ച ചോദ്യം വളരെ ഉചിതം തന്നെ. ആരാധനകളിൽ ശ്രേഷ്ഠം എന്താണ്? വിഷ്ണു ആരാധനം തന്നെ. 8-ാം സ്കന്ധം 5-ാമത്തെ അധ്യായമാണോ പ്രഭു? വേറെ കിട്ടിയാലും കുഴപ്പമില്ല. പകരം ആ ശ്ലോകം ഡയറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ 4-ാമത്തെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കിട്ടും. അതിനകത്ത് ഇത് വേറൊരു രസം. എടുക്കാമോ? ആദികർത്ത പ്രഭു ആരെങ്കിലും എടുക്കാമോ? തസ്മാത് പരതരം ദേവി തദീയാനാം സമാർച്ചനം. ആരാധനാനാം സർവേഷാം വിഷ്ണു. പത്മപുരാണത്തിൽ പ്രസ്താവിച്ചിട്ടുള്ളതുപോലെ ആരാധനാനാം സർവേഷാം വിഷ്ണോരാരാധനം പരം തസ്മാത് പരതരം ദേവി തദീയാന സമർച്ചനം. അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ട്.
എല്ലാവിധത്തിലുള്ള ആരാധനകളിലും വെച്ച് ശ്രേഷ്ഠം വിഷ്ണു ഭഗവാന്റെ ആരാധനയാണ്. വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠം അദ്ദേഹത്തിന്റെ ഭക്തനെ വൈഷ്ണവൻ അതാണ് ഞാൻ കണ്ടത്. താങ്ക് യു മാതാജി. ഭൗതിക അഭിലാഷങ്ങളിൽ ആസക്തരായ ആ ജനങ്ങളാൽ പെടുന്ന ധാരാളം ദേവന്മാരുണ്ട്. ഏഹ് കസ്മൈ അവിടെ നിൽക്കട്ടെ, മതി. ഹരേ കൃഷ്ണ. ഹരേ നമുക്ക് സമയമില്ല. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഇപ്പം ആരാധനകളിൽ ശ്രേഷ്ഠമായ ആരാധന വിഷ്ണു ആരാധനാണ്. പക്ഷേ ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. അത് ചെവിയിൽ പറഞ്ഞു കൊടുത്തു. അത് വലിയൊരു ഒറ്റമൂലിയാണ്. എന്താ ചെവി പറഞ്ഞു കൊടുത്തത്? വിഷ്ണു ഭക്തരെ ആരാധിക്കുക. ദാസാനുദാസാനുദാസനായിരിക്കുന്നതാണ് അതിനെക്കാറ്റും വലിയ ശ്രേഷ്ഠം. ആ ഒരു രഹസ്യം കൂടി ഞാൻ പറഞ്ഞു തരാമെന്ന് ചെവി പറയുന്നു. ഇത്ര ശ്രേഷ്ഠനായ ഭക്തൻ വേറെ എവിടെ കിട്ടും? അങ്ങനെ ആ മഹാദേവര് പ്രചേതസ്സുകളോട് ഉപദേശിക്കുന്നൊരു മന്ത്രമുണ്ട്. പ്രചേതസ്സുകളോട് ഉപദേശിക്കുന്നൊരു മന്ത്രം. അതായത് പ്രചേതസ്സുകൾ വന്നിട്ട് കുമാരന്മാര് അധികാരത്തിലേക്ക് വരാൻ പോവുകയാണ്. മഹാദേവര് എടുത്ത് അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. ചുരുക്കി പറയുക, അതിൻ്റെ സംഭവങ്ങൾക്ക് ഇൻട്രഡക്ഷനൊക്കെ പിന്നീട് സംസാരിക്കാം. അങ്ങനെ പ്രചേതസ്സുകൾക്ക് മഹാദേവര് അനുഗ്രഹം ചൊരിയുകയാണ്. എങ്ങനെ അനുഗ്രഹം ചൊരിയുന്നത്? ഭഗവാനെ സ്തുതിച്ചുകൊണ്ട്. എന്നിട്ട് പറയുകയാണ്, എല്ലാ ദിവസവും ഈ മന്ത്രം ചൊല്ലൂ. അതിനുശേഷം കൃത്യനിർവഹണങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ കർമ്മങ്ങൾക്ക് ഒരു പെർഫെക്ഷൻ വരും. ഇത്ര സുന്ദരമായി ഭഗവാനെ സ്തുതിച്ചിരിക്കുന്ന മറ്റൊരു ഭാഗം ഒരുപക്ഷെ കാണാൻ തന്നെ കിട്ടില്ല. അത്രയും ശ്രേഷ്ഠമായി ഭഗവാന്റെ അംഗലാവണ്യങ്ങളെ കീർത്തിച്ചുകൊണ്ട്, ഭഗവാന്റെ പ്രഭാവത്തെ കീർത്തിച്ചുകൊണ്ട് മഹാദേവര് സ്തുതിച്ച ശ്ലോകങ്ങളാണ് രുദ്രഗീതം എന്നറിയപ്പെടുന്നത്. 4-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായത്തിൽ 27 മുതൽ 79 വരെയുള്ള ശ്ലോകങ്ങൾ അങ്ങനെയാണ്. 27 മുതൽ 79 വരെയുള്ള ശ്ലോകങ്ങൾ. ഒരുപക്ഷെ നമുക്ക് ശ്ലോകങ്ങൾ മാത്രം വായിക്കാനേ സമയം കിട്ടുകയുള്ളൂ. വായിക്കണോ? വായിക്ക് പ്രഭു. ഹരേ കൃഷ്ണ. 4-ാം സ്കന്ധം അധ്യായം എത്ര പ്രഭു? 24-ാമത്തെ അധ്യായം ഹരേ കൃഷ്ണ. ശ്ലോകം വായിക്കട്ടെ 27 പ്രഭു. മുതൽ 79 വരെ. വായിക്കട്ടെ പ്രഭു. വായിച്ചാട്ടെ. ഓം നമോ ശ്ലോകം മാത്രം ഭഗവതേ മതിയല്ലോ പ്രഭു. വാസുദേവായ. എന്തോ? ശ്ലോകം മാത്രം മതിയല്ലോ. ശ്ലോകം മാത്രം മതി. ഇടയ്ക്ക് ഞാൻ പറയും അതിൻ്റെ ട്രാൻസ്ലേഷൻ കൊണ്ടൊന്ന് വായിക്കാം. എന്റെ മലയാളം ബുക്കാ പ്രഭു, മറ്റേത് ഇംഗ്ലീഷേ ഉള്ളൂ. അപ്പൊ ഞാൻ മലയാളം വായിക്കാം പ്രഭു. മലയാളം വായിക്കട്ടെ, മലയാളം വായിച്ചോട്ടെ. അല്ല, മലയാളം ശ്ലോകം. എന്തോ? ഞാന് ഇത് ശ്ലോകം വായിക്കാം പ്രഭു. വിവർത്തനം വേറെ ഉള്ളൊരു വായിച്ചാൽ മതിയല്ലോ. അല്ല, മലയാളം ഗ്രന്ഥമല്ലേ മാതയുടെ കയ്യിലുള്ളത്? അതെ പ്രഭു, എന്റെ ഇരിക്കുന്നത് മറ്റേ ഇതുള്ളത് ഇംഗ്ലീഷാണ്, ഇത് മലയാളം. അത് ശ്ലോകം മാത്രമേ ഉള്ളൂ. കൺഫ്യൂഷൻ ആയല്ലോ. മലയാളം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇംഗ്ലീഷ്. അതല്ല പ്രഭു, മലയാളം ബുക്കാണ്, പക്ഷെ വിവർത്തനം ഉള്ളത് ഇംഗ്ലീഷിലുള്ളതേ ഉള്ളൂ. അങ്ങനെ പറയും. ഹരേ ഇത് കൃഷ്ണ. ഗുരുവായൂർ എഡിഷനാ. അതാണ് ഹരേ കൃഷ്ണ. എല്ലാവരും എപ്പോഴും ഗുരുവായൂർ എഡിഷനും മറ്റു എഡിഷനും വാങ്ങിക്കുന്നത് പോലെ അത്യാവശ്യമായും ശ്രീമദ് ഭാഗവതം. ഇനിയൊക്കെ നമുക്ക് കുറച്ച് എണ്ണി ചുട്ട ദിവസങ്ങളല്ലേ ഉള്ളു. അങ്ങനെ പറഞ്ഞുകൂടെ? എനിക്ക് പറയാമല്ലേ? അതോ ഓർമ്മിക്കുന്നത് വിഷമാണോ? അപ്പം ഭാഗവതം പെട്ടെന്ന് വാങ്ങിക്കാൻ പറ്റുന്നവർക്ക്, സാമ്പത്തികമായി പറ്റുന്നവർക്ക് പെട്ടെന്ന് വാങ്ങിക്കുക. അതുപോലെ തന്നെ അല്ല, ഞാൻ എല്ലാം വാങ്ങിക്കാം, എനിക്ക് കുറച്ചായിട്ടേ തരാൻ പറ്റുകയുള്ളൂ, അങ്ങനെ പറഞ്ഞ് സമീപിച്ച് വാങ്ങിക്കുക. ഇനി ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തവർക്ക്, സഹായിക്കാൻ കഴിയുന്നവർ, ഞാൻ ഭാഗവതത്തിൻ്റെ 2 സ്കന്ധം ഞാൻ ഡൊണേറ്റ് ദാനം ചെയ്യുന്നു, ഞാൻ ചെയ്തു തരാം.
അല്ല ഞാൻ മുഴുവൻ സ്കന്ധങ്ങൾ ഞാൻ ചെയ്തു തരാം എന്ന് ചെയ്തു കൊടുക്കുന്നവർക്കും നല്ലതായിരിക്കും. മനസ്സിലാകുന്നുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭു. ആ, എന്റെ കയ്യിൽ മലയാളം ഉണ്ട്. ഓക്കെ. എങ്ങനെയാണെങ്കിലും അത്യാവശ്യമായിട്ട് മാതാജി ട്രാൻസ്ലേഷൻ വായിച്ചിട്ട് ഞാൻ പറയാം. അപ്പം എങ്ങനെയാണെങ്കിലും ശ്രീമദ് മഹാഭാഗവതം മുഴുവൻ സ്കന്ധവും എല്ലാവരുടെയും വീട്ടുണ്ടായിരിക്കണം. ഇത്ര ടാസ്ക് എടുത്ത് ശ്രീലപ്രഭുപാദര് ഇത് എഴുതിയിരിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ്, നല്ലൊരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും കിട്ടുകയാണ്. നോക്കൂ, ഒരു അധികാരി, പ്രചേതസ്സുകൾ ഒരു അധികാരം എടുക്കാൻ പോവുകയാണ്. അപ്പോൾ എത്രത്തോളം പ്രാധാന്യമാണ് ആ പദവി എന്നുള്ളതും, അതുകൊണ്ട് തന്നെ ആ പദവിക്ക് നല്ലൊരു പെർഫെക്ഷൻ, അവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നല്ല പെർഫെക്ഷൻ വരണമെന്നുള്ളത് കൊണ്ടും മഹാദേവര് ഈ സ്തുതി അവർക്ക് കൊടുക്കുന്നു, ഭഗവാന് സമർപ്പിച്ചുകൊണ്ട്. നമുക്ക് വായിക്കാം. ഹരേ വിവർത്തനം കൃഷ്ണ. മതിയോ? എന്തോ? പ്രഭു 4:24 എന്തോ? 4:24 27 അധ്യായത്തിൽ എത്ര പ്രഭു? 27 മുതൽ 79 വരെ ശ്ലോകങ്ങളാണ്. 27 നമ്മൾ തുടരുന്നു. പ്രഭു വിവർത്തനം വായിച്ചാൽ മതിയോ? എന്തോ? വിവർത്തനം വായിച്ചാൽ മതിയോ? ഞാൻ ഇവിടെ ഒരു ഏതോ മാതാജി വായിച്ചു, ശ്ലോകം വായിക്കാമെന്നും മറ്റൊരു മാതാജി പറഞ്ഞു ഞാൻ വിവർത്തനം വായിക്കാമെന്നുള്ളത്. ഞാൻ എന്തായാലും ഒരുപാട് വായിക്കാം. 50-55 ശ്ലോകങ്ങളുണ്ട്. ഞാൻ പറയാം ഇടയ്ക്ക്. അപ്പോൾ മാതാജിയും വായിച്ചാൽ മതി. ഓക്കെ. ഹരേ കൃഷ്ണ. അപ്പം 3 പേര് വായിക്കാൻ തയ്യാറായി. അടുത്ത ഉള്ളവരും വായിക്കാൻ തയ്യാറാവും. അങ്ങനെ 50 ശ്ലോകങ്ങളുണ്ട്. അപ്പോൾ അതൊരു അടുത്ത ആഴ്ചത്തേക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നില്ല, ഇന്ന് തന്നെ നമ്മൾ വായിച്ചു തീർക്കും. ഹരേ കൃഷ്ണ. പ്രഭു അധ്യായം 24 പറഞ്ഞേ? അധ്യായം 24. ഹരേ കൃഷ്ണ പ്രഭു. രുദ്ര ഉവാച അത് മുതലല്ലേ വായിക്കേണ്ടത്? അതെ, വായിച്ചു. വായിക്കട്ടെ പ്രഭു. വായിക്കട്ടെ ഓം പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീരുദ്ര ഉവാച. വായിച്ചോട്ടോ. ചിത്തം ദ ആത്മവിധുര്യ സ്വസ്തയേ സ്വസ്തിരസ്തു മേ ഭവതാരാധസാരാധം സർവസ്മാനാത്മനേ നമ. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ സംഘർഷണായ ഹരേ സൂക്ഷ്മായ. കൃഷ്ണ. ഒരു മിനിറ്റ്. ശ്ലോകം നമ്പർ എത്രാമത്തെ ശ്ലോകത്തിൽ എടുത്തത്? അതല്ലല്ലോ പ്രഭു. ശ്ലോകം നമ്പർ ഏതാണ്? 27. ഇപ്പൊ വായിച്ച ശ്ലോകം നമ്പർ ഏതാ? അത് തെറ്റായിരുന്നു വായിച്ചത്. ശ്രീരുദ്ര ഉവാച വായിച്ചേട്ടോ. ശതപുത്ര വിദിതം ശ്രീരുദ്ര ഉവാച യൂയം വേദി ശതപുത്ര വിദിതം വച്ചിഹീർഷിതം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യണോ? അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം. ട്രാൻസ്ലേഷൻ അവിടുന്ന് വായിച്ചാൽ മതി. ഇല്ല, ഈ മാതാജിയുടെ ട്രാൻസ്ലേഷൻ ഉണ്ട് പ്രഭു. മാതാജിയുടെ എല്ലാം ഉണ്ട്. മാതാജി വായിച്ചോളൂ. കൃഷ്ണ. പ്രഭു ഇല്ലെങ്കിൽ ഞാൻ വായിക്കാം. മാതാജി വായിച്ചോളൂ. വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. മഹാദേവൻ പറഞ്ഞു, പ്രാചീന ബർഹിയുടെ പുത്രന്മാരായ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സർവ സൗഭാഗ്യങ്ങളും നേരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം. അതുകൊണ്ട് എന്റെ കൃപ നിങ്ങളിൽ പ്രകടമാകുന്നതിന് ഞാൻ നിങ്ങൾക്ക് ദൃശ്യനായി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അടുത്ത ശ്ലോകം ആരാ? വായിച്ചാട്ടോ. ഞാൻ വായിച്ചേ ഉള്ളൂ. വായിച്ചാട്ടോ. ശ്രീരുദ്ര ഉവാച യൂയം വേദിഷദ പുത്ര വിദിതം വശ്ചികീർഷിതം അനുഗ്രഹായ ഭദ്രം വാ ഏവം മേ ദർശനം കൃതം. അടുത്ത ശ്ലോകം കണ്ടിന്യൂ ചെയ്താട്ടോ. ശ്ലോകം 28. യാ പരം രംഹസ സാക്ഷാത് ത്രിഗുണാജീവ സംജിതാത് ഭഗവന്തം വാസുദേവം പ്രപന്ന സ പ്രിയോ ഹി മേ. വിവർത്തനം. ശ്രീലപ്രഭുപാദ് കി ജയ്. മഹാദേവൻ തുടർന്നു, എല്ലാത്തിന്റെയും ഭൗതിക പ്രകൃതിയുടെയും അതുപോലെ തന്നെ ജീവസത്തയുടെയും നിയന്താവായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ കൃഷ്ണന് സമർപ്പിതനാകുന്ന ഏതൊരു വ്യക്തിയും
വാസ്തവത്തിൽ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാകുന്നു. അടുത്ത ശ്ലോകം. ശ്ലോകം 29. സ്വധർമാനിഷ്ഠാ ശതജന്മീ പുമാൻ വിരിഞ്ചതാമേതി തഥാ പരം ഹിമാം അവ്യാകൃതം ഭാഗവതോഥ വൈഷ്ണവം പദം യഥാഹം വിബുധാ കലാത്രയേ. വിവർത്തനം. തൊഴിൽപരമായ സ്വന്തം വ്യവസ്ഥാപിത ധർമ്മം 100 ജന്മങ്ങളിലേക്ക് ശരിയായി നിർവഹിക്കാൻ കഴിയുന്ന ഒരുവൻ ബ്രഹ്മാവിന്റെ കർമ്മപദവിക്ക് യോഗ്യനായി തീരും. അതിലുമധികം യോഗ്യത നേടിയാൽ അവന് മഹാദേവനെ സമീപിക്കാം. കൃഷ്ണ ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിന്റെ കലർപ്പില്ലാത്ത ഭക്തിയുത സേവനത്തിൽ നേരിട്ട് സമർപ്പിതനാകുന്ന ഒരു വ്യക്തി ആത്മീയ ഗ്രഹങ്ങളിലേക്ക് ഉടനെ ഉയർത്തപ്പെടും. ഈ ഭൗതിക ലോകത്തിന്റെ സംഹാരത്തിന് ശേഷം മാത്രമേ മഹാദേവനും മറ്റുള്ള ദേവന്മാരും ആ ഗ്രഹങ്ങളെ പ്രാപിക്കും. ശ്ലോകം 30. അഥാ ഭാഗവതോ യൂയം പ്രിയാസ്താ ഭഗവാൻ യഥാ ന മദ്ഭാഗവതാനാം ച പ്രേയാനാന്യോസ്തി കർഹിചിത്. വിവർത്തനം. നിങ്ങളെല്ലാവരും ഭഗവാന്റെ ഭക്തന്മാരാകുന്നു. അങ്ങനെയായതിനാൽ നിങ്ങൾ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പോലെ തന്നെ ആദരിക്കപ്പെടേണ്ടവരാണെന്ന് ഞാൻ വ്യവച്ഛേദിച്ചറിയുന്നു. ഭക്തന്മാർ ഈ രീതിയിൽ എന്നെയും ബഹുമാനിക്കും. ഞാൻ അവർക്ക് പ്രിയപ്പെട്ടവനാണെന്നും എനിക്കറിയാം. അപ്രകാരമായാൽ ഭക്തന്മാർക്ക് എന്നോളം പ്രിയപ്പെട്ടവനാകാൻ ആർക്കും കഴിയില്ല. ഹരേ കൃഷ്ണ. മറ്റാരെങ്കിലും വായിച്ചോട്ടെ? വായിച്ചോട്ടോ, അങ്ങനെ കണ്ടിന്യൂ വായിച്ചോട്ടോ. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭു. അടുത്ത ശ്ലോകം. ആ. ശ്ലോകം 31. ഉം. ഇദം വിവിക്തം ജപ്തവ്യം പവിത്രം മംഗളം പരം നിശ്രേയസകരം ചാപി സ്വയതാം തദ്ദാമീവ. വിവർത്തനം. ഞാനിപ്പോൾ അതീന്ദ്രിയവും പവിത്രവും മംഗളകരവും ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യം അഭിലഷിക്കുന്ന ഒരുവന് ഏറ്റവും മംഗളകരവുമായ ഒരു മന്ത്രം ജപിക്കാം. ദയവായി ശ്രദ്ധാപൂർവം ശ്രവിക്കുക. ഹരേ കൃഷ്ണ. ഇനി അങ്ങോട്ട് മഹാദേവര് മന്ത്രം പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ഇതിനെ, ഈ ശ്ലോകങ്ങളെ വെറും സ്തുതി എന്ന് മാത്രമല്ല മഹാദേവർ വിശേഷിപ്പിച്ചത്, ഇത് മന്ത്രം എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. അപ്പൊ ഈ മന്ത്രം ദിവസവും ഏതൊരുവന് ചെല്ലാൻ സാധിക്കുമോ അത് വളരെ ശ്രേഷ്ഠമാണ്. ഇവിടെ മൈത്രേയ മഹർഷിയാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത്. ആർക്ക്? വിതുരർക്ക്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇടയ്ക്ക് ഞാൻ പറയാം, ട്രാൻസ്ലേഷൻ വായിക്കാൻ. ശ്ലോകം മാത്രം കണ്ടിന്യൂ ചെയ്തിട്ട് പോകും. ബാക്കിയെല്ലാം ഇന്ന് ശിവരാത്രിയാണ്, അതുകൊണ്ട് ഇത് ഹോംവർക്കായിട്ട് തരുന്നു. അർത്ഥവും ഭാവാർത്ഥവും. ഇന്നത്തെ ശിവരാത്രി ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അർത്ഥവും ഭാവാർത്ഥവും എല്ലാവരും ഇന്ന് വായിക്കുക എന്നുള്ളതാണ് ശിവരാത്രി. അതുപോലെ തന്നെ ഏകാദശി ആരെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇന്ന് പറ്റിയ ദിവസമാണ്, ത്രയോദശിയാണ്. വ്രതം ഇന്നെടുത്ത് കോമ്പൻസേറ്റ് ചെയ്യാം. ഹരേ കൃഷ്ണ. വായിച്ചിട്ട് പോകും പെട്ടെന്ന്. ഹരേ കൃഷ്ണ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്ലോകം 32. മൈത്രേയ ഉവാച. ഇത്യനുക്രോശ ഹൃദയോ ഭഗവാനാഹതാൻ ശിവഃ വ്യർത്ഥാഞ്ജലീൻ രാജപുത്രാൻ നാരായണപരോ വചഃ. ശ്ലോകം. മൈത്രേയ മഹർഷി തുടർന്നു, നാരായണന്റെ മഹാഭക്തനും ഒരു മിനിറ്റ്, ട്രാൻസ്ലേഷൻ വേണ്ട, ശ്ലോകം മാത്രം കണ്ടിന്യൂ ചെയ്തോ. ഹോംവർക്ക് കൊടുത്തത്. ഓക്കെ. ശ്ലോകം 33. ഹരേ കൃഷ്ണ. ശ്രീ രുദ്ര ഉവാച. ജിതം ത ആത്മവിദ്യുര്യ സ്വസ്ഥയേ സ്വസ്തിരസ്തു മേ ഭവതാ രാധസാസരാർത്ഥം സർവസ്മാ ആത്മനേ നമഃ. ശ്ലോകം 34. നമ പങ്കജനാഭായ ഭൂതസൂക്ഷ്മേന്ദ്രിയാത്മനെ വാസുദേവായ ശാന്തായ കൂടസ്ഥായ സ്വരോചിഷേ. ശ്ലോകം 35. സംഘർഷണായ സൂക്ഷ്മായ ദുരന്തയായ ച നമോ വിശ്വപ്രബോധായ പ്രദ്യുമ്നായ അന്തരാത്മനേ. ശ്ലോകം 36. നമോ നമോ നിരത്വായ ഋഷികേശേന്ദ്രിയാത്മനെ നമ പരമഹംസായ പൂർണായ നിഭൃതാത്മനേ. ശ്ലോകം 37.
സ്വർഗാപവർഗദ്വാരായ നിത്യം ച ശുചീഷതേ നമഃ. നമോ ഹിരണ്യവീര്യായ ചാതുർഹോത്രായ തന്തവേ. ശ്ലോകം 38. നമ ഊർജ ഇഷേത്രയാ നമ ഊർജ ഇഷേത്രയാ പതയേ യജ്ഞരേതസേ. തൃപ്തിദായ ച ജീവാനാം നമ സർവരസാത്മനേ. ശ്ലോകം 39. സർവസത്വാത്മദേഹായ വിശേഷായ സ്തവീയസേ നമസ്ത്രൈലോക്യപാലായ സഹ ഓജോബലായ ച. ശ്ലോകം 40. അർത്ഥലിംഗായ നഭസേ നമോ അന്തർബഹിരാത്മനെ നമ പുണ്യായ ലോകായ അമുഷ്മയേ ഭൂരിവർച്ചസേ. ശ്ലോകം 41. പ്രവൃത്തായ നിവൃത്തായ പിതൃദേവായ കർമ്മണേ നമോ ധർമ്മവിഭാഗായ പൃഥിവേ ദുഃഖദായ ച. ശ്ലോകം 42. നമസ്ത ആശിഷാമീശമനവേ കാരണാത്മനെ നമോ ധർമായ ബൃഹതേ കൃഷ്ണായ കുണ്ഠമേതസേ പുരുഷായ പുരാണായ സാംഖ്യയോഗേശ്വരായ ച. ശ്ലോകം 43. ശക്തിത്രയ സമേതായ മീഠുഷേ അഹംകൃതാത്മനെ ചേത ആകൂതിരൂപായ നമോ വാചോ വിഭൂതയേ. ശ്ലോകം 44. ദർശനം നോ ദിദിരുഷക്ഷണാം ദേഹി ഭാഗവതാർച്ചിതം രൂപം പ്രിയതമം സ്വാനാം സർവേന്ദ്രിയ ഗുണാജ്ഞനം. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. വേറെ ആർക്കെങ്കിലും രണ്ടു മൂന്ന് മാതാജിമാര് പറഞ്ഞിരുന്നു, ആർക്കെങ്കിലും വായിക്കാൻ? വായിക്കട്ടെ പ്രഭു. 45-ാമത്തെ ശ്ലോകം മുതൽ 45 മുതൽ. 45. പ്രഭു. ആ, ഹരേ കൃഷ്ണ. സ്നിഗ്ധപ്രാവിഡ്ഘനശ്യാമം സർവസൗന്ദര്യസംഗ്രഹം ചാർവായത ചതുർബാഹും സുജാതരുചിരാനനം പത്മകോശബലാശാക്ഷം സുന്ദരഭൃസുനാസികം സുദ്വിജം സുഖപോലാസ്യം സമകർണവിഭൂഷണം പ്രീതിപ്രഹസിതാപാംഗം അളകൈരുപശോഭിതം ലസത്പങ്കജകിഞ്ചൽക്കതുകൂലം മൃഷ്ടകുണ്ടലം സ്ഫുരത്കിരീടവലയഹാരനൂപുരമേഖലം ശംഖചക്രഗദാപത്മമാലാമണ്യുദ്ധമർത്തിമത് സിംഹസ്കന്ദതിശോഭിഭ്രസൗഭഗ്രീവകൗസ്തുഭം ശ്രിയാനപായിന്യാക്ഷിപ്ത നികഷാശ്മോരസോലസത് പൂരരേചകസംവിഘ്നാബലിവൽഗുദളോദരം പ്രതിസംഗ്രാമയദ്ദിശ്യം നാഭ്യാവർത്തഗഭീരയാ ഹരേ കൃഷ്ണ. ശ്യാമശ്രോ. ഒരു മിനിറ്റ് ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാമോ? മലയാളം അതാ രസമാണ് വായിക്കാൻ. പൂരരേചക സംവിഗ്നം വലിവൽഗുദലോധരം പ്രതിസാംക്രമായ വിശ്വം നാഭ്യാ വർത്തഗഭീര്യ. ഭഗവാന്റെ ഓരോ അംഗങ്ങളും എടുത്ത് ഭഗവാൻ വർണ്ണിക്കും, മഹാദേവർ വർണ്ണിക്കുമ്പം എത്ര സുന്ദരമായ ഒരു പേഴ്സണൽ ഭാവത്തെയാണ് ഭഗവാൻ മഹാദേവർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. ആ, ഹരേ കൃഷ്ണ. വിവർത്തനം. ഭഗവാന്റെ അരയാലിലയ്ക്ക് സമാനമായ അടിവയറിലെ 3 ചുളിവുകൾ വളരെ മനോഹരങ്ങളാണ്. അദ്ദേഹം ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുമ്പോൾ അവയുടെ ഭംഗിയേറും. ഭഗവാന്റെ നാഭിയിലെ ചുരുളുകൾ വളരെ ആഴമുള്ളതായതിനാൽ മുഴുവൻ ലോകവും അതിൽ നിന്ന് അങ്കുരിച്ച് വികസിക്കുന്നത് പോലെയും തുടർന്ന് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നത് പോലെയും കാണപ്പെടുന്നു. ആ ശ്ലോകത്തിന്റെ അർത്ഥം പറയാനുള്ള കാരണം, ആ നാഭിയുടെ പ്രത്യേകത എന്താ? ആ നാഭിയിലൂടെയാണ് വളരെ ആഴമുള്ളതിനാൽ മുഴുവൻ ലോകവും അതിൽ നിന്ന് അതുകൊണ്ട് തന്നെ 14 ലോകങ്ങളും വന്നിട്ട് അതിന്റെ മുകളിൽ ആരായിരുന്നേ? ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോകങ്ങൾ വായിച്ചോട്ടെ. വായിക്കട്ടെ പ്രഭു.
ശ്ലോകം മാത്രം ശ്യാമശ്രോണ്യതിരോചിഷ്ണുദുകൂലസ്വർണമേഖലം സമചാർവംഗ്രിജംഗോരു നിമ്നജലാശരോചിഷ നഗദ്ഭിർനോന്ദമഖം വിധന്വത പ്രദർശയസീയമപാസ്തസാത്വസം പദം ഗുരോ മാർഗഗുരോസ്തമോജുഷാം ഏതദ്രൂപമനുധേയം ആത്മശുദ്ധിമഭീപ്സതാം യദ്ഭക്തിയോഗോ അഭയദ സ്വധർമ്മമനുതിഷ്ഠതാം ഭവാൻ ഭക്തിമദാലഭ്യോ ദുർലഭഃ സർവദേഹിനാം സോരാജസ്യഭിമത ഏകൈന്ദാനാത്മവിദ്ഗതി തം ദുരാരാധ്യമാരാധ്യ സദാമപി ദുരാപയ ഏകാന്തഭക്ത്യാ കോ വാഞ്ചേത് പാദമൂലം വിനാ ബഹി യത്ര നിർവിഷ്ടമരണം കൃതാന്തോ നാഭിമന്യത്തെ വിശ്വം വിധ്വംസയൻ വീര്യ ശൗര്യവിസ്ഫോർജിതഭ്രുവാ ക്ഷണാർത്തേനാപി തുലയേ ന സ്വർഗം ന പുനർഭവം ഭഗവത്സംഗിസംഗസ്യ മർത്യാനാം കിമുദാശിഷഃ അഥാനഖംഗ്രേ സ്തവകീർത്തതീർത്ഥയോ അന്തർബഹിസ്നാനവിദൂതപാപ്മനാം ഭൂതേഷനുക്രോശ സുസത്വശീലിനാം സ്യാത്സംഗമോനുഗ്രഹ ഏഷ നസ്തവ നയസ്യ ചിത്തം ബഹിരർത്ഥവിഭ്രമം തമോ ഗുഹായാം ച വിശുദ്ധമാവിശത് യദ്ഭക്തിയോഗാനുഗൃഹീതമഞ്ജസ മുനിർവിജിഷ്ടേനനു തത്ര തേ ഗതിം യത്രേദം വ്യജ്യതേ വിശ്വം വിശ്വസ്മിന്നവഭാതി യത് തത്വം ബ്രഹ്മ പരം ജ്യോതി ആകാശമിവ വിസ്തൃതം യോ മായയേദം പുരുരൂപയാ സൃജത് ബിഭർത്തി ഭൂയ ക്ഷപയത്യവിക്രിയ യദ്ഭേദബുദ്ധി സതിവാത്മദുസ്തയ തമാത്മാത്മതന്ത്രം ഭഗവാൻ പ്രദീമഹി ക്രിയാകലാപൈരിതമേവ യോഗിനഃ ശ്രദ്ധാനിധഃ സാധു യജന്തി സിദ്ധയേ ഭൂതേന്ദ്രിയാന്തഃകരണോപലക്ഷിതം വേദേ ച തന്ത്രേ ച ത ഏവ കോവിദാഃ ത്വമേക ആദ്യ പുരുഷഃ സുപ്തശക്തിസ്തയാ രജഃ സത്വതമോ വിഭിദ്യതേ മഹാനഹം ഖം മരുദഗ്നിവാർധര സുരർഷയോ ഭൂതഗണായിദം യഥാ ഹരേ കൃഷ്ണ. ദൃഷ്ടം ഹരേ കൃഷ്ണ. മറ്റാരെങ്കിലും വായിക്കാൻ പറ്റുന്നുണ്ടോ, താല്പര്യപ്പെടുന്നുണ്ടോ? വായിച്ചാട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ മാതാജി കണ്ടിന്യൂ ചെയ്താട്ട്. ഹരേ കൃഷ്ണ. ശരി, മാതാജി കണ്ടിന്യൂ ചെയ്താട്ട്. സൃഷ്ടം സ്വശക്തേദമനുപ്രവിഷ്ടശ്ചതുർവിധം പുരമാത്മാംശകേന അതോ വിദുസ്തം പുരുഷം സന്തമന്തർഭുങ്ക്തേ ഹൃഷേകൈർമധുസാരകം യഃ സ ഏഷ ലോകാനതിചണ്ഡവേഗോ വികർഷസിദ്ധം ഖലു കാലയാനഃ ഭൂതാനി ഭൂതൈരനുമേയ തത്വോ ഘനാവലിർവായുരിവാഭിഷഹ്യഃ പ്രമത്തമുച്ചൈരിതി ചിന്തയാ പ്രവൃത്തലോഭം വിഷയേഷു ലാലസം ത്വമപ്രമത്ത സഹസാഭിപദ്യസേ ശുല്ലേലിഹാനോ ഹരിവാമുഖുമന്ദക കസ്ത്വത്പദാബ്ജം വിജഹാതി പണ്ഡിതോ യസ്തേവ മാനവ്യയമാനകേദന വിശങ്കയാസ്മത് ഗുരുരർച്ചിതസ്മയത് വിനോപപത്തിം മനവച്ച ദുർദശ അധ ത്വമസിനോ ബ്രഹ്മൻ പരമാത്മൻ വിപശ്ചിതാം വിശ്വം രുദ്രഭയസ്തുസ്തം അകുതചിത് ഭയാഗതി ഇദം ജപദ ഭദ്രം വോ വിശുദ്ധാ നൃപനന്ദന സ്വധർമ്മമനുതിഷ്ഠന്തോ ഭഗവത്യർപ്പിതാശയാ ഹരേ കൃഷ്ണ. ഇതിന് ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചാട്ട്. ഇതം ജപതേ ഭദ്രം വോ വിശുദ്ധ നൃപനന്ദനാഹ സ്വധർമ്മം അനുതിഷ്ഠന്തു ഭഗവതി അർപ്പിതാശ്രയാഹ. വായിച്ചാട്ട ശ്ലോകം, അർത്ഥം ട്രാൻസ്ലേഷൻ. ഹരേ കൃഷ്ണ. വിവർത്തനം. എന്റെ പ്രിയപ്പെട്ട രാജപുത്രന്മാരെ, രാജാക്കന്മാരെന്ന നിലയിലുള്ള നിങ്ങളുടെ തൊഴിൽപരമായ ധർമ്മം ശുദ്ധഹൃദയത്തോടെ നിർവഹിക്കുക. ഭഗവാന്റെ പങ്കജപാദങ്ങളിൽ മനസ്സുറപ്പിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുക.
ഭഗവാൻ നിങ്ങളിൽ വളരെ സംപ്രീതനാകയാൽ അത് നിങ്ങൾക്ക് എല്ലാ സൗഭാഗ്യങ്ങളും കൈവരുത്തും. ഹരേ ഹരേ കൃഷ്ണ. കൃഷ്ണ. അപ്പം സ്വധർമ്മം എങ്ങനെ ചെയ്യണം എന്നാ പറഞ്ഞത്? ഭഗവാനെ സ്മരിച്ച് ഭഗവാന്റെ പാദകമലങ്ങൾ ഹൃദയത്തിൽ ആവാഹിച്ചെടുത്ത് ശുദ്ധഹൃദയത്തോടെ ശുദ്ധഹൃദയത്തോടെ ഈ മന്ത്രം ചൊല്ലുകയും തൻ്റെ നിയതമായ കർത്തവ്യങ്ങൾ കൃത്യമായി ചെയ്യുകയും ചെയ്യുക. ഇത് തന്നെയാണ് 18-ാമത്തെ അധ്യായത്തിൽ 46 മുതൽ 50 വരെയുള്ള ശ്ലോകങ്ങളാണെന്ന് തോന്നുന്നു. സ്വധർമ്മം, സ്വജാതിധർമ്മം എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഭഗവാൻ അർജുനനോട് നമുക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന് മൊത്തം അതെല്ലാം എടുത്ത് വായിക്കണം കേട്ടോ. ഇന്ന് ശിവരാത്രിയാണ്. അതെല്ലാം എടുത്ത് വായിക്കണം. ശ്ലോകം വായിച്ചോട്ടെ. അടുത്ത ശ്ലോകങ്ങൾ. തമേവാത്മാനമാത്മസ്ഥം സർവഭൂതേഷവസ്ഥിതം പൂജയത്വം ഗൃണന്തശ്ച ധ്യായന്തശ്ചാസഹൃദ്ഹരിം യോഗാദേശമുപാസാദ്യം ധാരയന്തോ മുനിവ്രത സമാഹിതധിയഃ സർവ ഏതദഭ്യസദാ ധൃതാ ഇദമാഹ പുരാസ്മാകം ഭഗവാൻ വിശ്വസൃക്പദേ ഭൃഗ്വാദീനാമാത്മജാനാം ശുശ്രൂഷു സംശുശ്രൂഷതാം തേ വയം നോദിതാ സർവേ പ്രജാസർഗേ പ്രജേശ്വര അനേന ത്വസ്തമസ ശുശ്രൂഷ്മോ വിവിധാ പ്രജാ അഥേദം നിത്യദായുക്തോ ജപന്നവഹിത പുമാൻ അചിരാശ്രേയ ആപ്നോതി വാസുദേവ പരായണ ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോട്ടോ. അധികതം നിത്യദായുക്തോ ചവൻ അവഹിതപുമാൻ അജരേശ്രായ ആപ്നോതി വാസുദേവ പരായണ. ട്രാൻസ്ലേഷൻ. ഭഗവാൻ കൃഷ്ണനിൽ സദാ മനസ്സ് നിമഗ്നമാക്കുന്ന അദ്ദേഹത്തിന്റെ ഭക്തൻ അത്യന്തം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ഈ പ്രാർത്ഥന ചൊല്ലുന്ന പക്ഷം അവൻ താമസം വിന ജീവിതത്തിന്റെ പരമോന്നത പരിപൂർണത പുൽകും. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ. അടുത്ത ശ്ലോകങ്ങൾ കണ്ടിന്യൂഷൻ. ശ്രേയസാമിഹ സർവേഷാം ജ്ഞാനം നിശ്രേയസം പരം സുഖം തരതി ദുഷ്പാരം ജ്ഞാനനൗർവസനാർണവം യയിമം ശ്രദ്ധയാ യുക്തോ മദ്ഗീതം ഭഗവസ്തവം അധീയാനോ ദുരാരാധ്യം ഹരിമാരാധയത്യസൗ വിന്ദതേ പുരുഷോ ഉഷ്മാത് യത്യസത്വരം മദ്ഗീതാ ഗീതാ സുപ്രീത ശ്രേയസാമേകവല്ലഭാത് ഇദം യകല്യ ഉത്ഥായ പ്രാഞ്ജലി ശ്രദ്ധയാനിത ശൃണുയാശ്രേവയേന്മർത്യോ മുച്യതേ കർമ്മബന്ധനൈ. ട്രാൻസ്ലേഷൻ ഒന്ന് വായിച്ചോട്ടെ. ഇദം യകല്യ ഉത്ഥായ പ്രാഞ്ജലി ശൃണ്യാൻ ശ്രവ്യോൻ. വിവർത്തനം. അതിപ്രഭാതത്തിൽ ഉണർന്ന് മഹാദേവൻ ആലപിച്ച ഈ പ്രാർത്ഥന കൂപ്പുകൈകളോടെ കീർത്തിക്കുകയും ശ്രവിക്കുകയും മറ്റുള്ളവരെ ശ്രവിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭക്തൻ ഫലകാംക്ഷാ കർമ്മങ്ങളുടെ എല്ലാ വന്ദനങ്ങളിൽ നിന്നും തീർച്ചയായും മുക്തനായി തീരും. ഹരേ കൃഷ്ണ. ഗീതം മയേദം നരദേവനന്ദനാഃ പരസ്യ പുംസഃ പരമാത്മനസ്തവം ജപന്ത ഏകാഗ്രധിയസ്തപോ മഹത് ചരത്വമന്ദേ തദ ആപ്സദേപ്സിതം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷൻ വായിച്ചോട്ടെ. ഹരേ കൃഷ്ണ. എന്റെ പ്രിയപ്പെട്ട രാജാവിന്റെ പുത്രന്മാരെ, ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തന്ന പ്രാർത്ഥന പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ, പരമാത്മാവിനെ പ്രീതിപ്പെടുത്തുവാനുള്ളതാണ്. മഹാതപസ്സുകളോളം തന്നെ ഫലപ്രദമായ ഈ പ്രാർത്ഥന ചൊല്ലുവാൻ ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു. ഈ രീതിയിൽ നിങ്ങൾ പക്വമതികളാകുമ്പോൾ നിങ്ങളുടെ ജീവിതം വിജയപ്രദമാവുകയും നിങ്ങൾ ഇച്ഛിച്ചവയെല്ലാം നിങ്ങൾക്ക് നിശ്ചയമായും വീഴ്ച കൂടാതെ നേടാൻ കഴിയുകയും ചെയ്യും. നിശ്ചയമായും വീഴ്ച കൂടാതെ നേടാൻ കഴിയും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ. എത്ര സുന്ദരമായ മന്ത്രമാണ് മഹാദേവര് പ്രചേതസ്സുകൾക്ക് നമുക്കായി പറഞ്ഞു കൊടുത്തത്. സാക്ഷാൽ ശ്രേഷ്ഠമായ ഒരു ശിവരാത്രിയിൽ സാക്ഷാൽ മഹാദേവരുടെ അനുഗ്രഹം ഭഗവത് ഭക്തിക്കായി നമുക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും ഇന്നത്തെ ദിവസം ഈ ശ്ലോകങ്ങളും അതിൻ്റെ ട്രാൻസ്ലേഷനും പറ്റുമെങ്കിൽ ശീലാപ്രഭുപാദരുടെ ഭാവാർത്ഥവും ഇന്ന് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ധന്യമായി. 18-ാമത്തെ അധ്യായത്തിൻ്റെ സുജാതി ധർമ്മത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ആ സുജാതി ധർമ്മം സുധർമ്മം എങ്ങനെ അനുഷ്ഠിക്കണമെന്നുള്ളതാണ് ഒരു ഗുരുവിൻ്റെ റോൾ എടുത്ത ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് മഹാദേവർ പ്രജാതസ്സുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തത്. ഹരേ കൃഷ്ണ. ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള അവസരം ഈ അനന്തപത്മനാഭ സത്സംഗത്തിൽ കിട്ടി തന്നെ മഹാഭാഗ്യം. ശ്രേഷ്ഠരായ ഭക്തന്മാരെ എപ്പോഴും കാണുന്നത് തന്നെ മഹാഭാഗ്യം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടോ? 1 മിനിറ്റ്. ഹരേ കൃഷ്ണ പ്രഭു. ഇന്നത്തെ ദിവസം ധന്യമാക്കി അങ്ങ്. ഹരേ കൃഷ്ണ. ഇതിൽ പല ഒരു ഭാഗ്യം ഞങ്ങൾക്കില്ല. ഹരേ കൃഷ്ണ. എല്ലാം ഭക്തന്മാരുടെയും പ്രഭുവിന്റെ അതുകൊണ്ട് പ്രഭു ഈ ഗ്രൂപ്പിന്റെ അതിശ്രേഷ്ഠനാണെന്ന് പറയാം. ഹരേ കൃഷ്ണ പ്രഭു. എന്തോ അതിശ്രേഷ്ഠനായ ഒരു ഗുരുവാണ് ഞങ്ങൾക്ക് പ്രഭു. ഗുരു അതിശ്രേഷ്ഠ. ശ്രീല ഗുരുദേവ കീ ജയ്, ശ്രീല പ്രഭുപാദ കീ ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എല്ലാ ഇതുപോലുള്ള ദിവസങ്ങളിൽ പ്രഭു ആയിരിക്കും വരുന്നത്. അതെ, വിശേഷ ദിവസങ്ങളിലെല്ലാം വിശേഷ ദിവസമെല്ലാം പത്മനാഭയിലെ ഒരു വിശേഷ വ്യക്തിയാണ് പ്രഭു. അത് പ്രഭുവിന്റെ ഞങ്ങളുടെയും ഭാഗ്യമാണ് ഇത് ഒന്നിച്ചു വരുന്നത്. എന്റെ ഭാഗ്യം. അത് എനിക്കുള്ള ഭഗവാൻ തന്നിരിക്കുന്ന ഭാഗ്യം. അനന്തപത്മനാഭ സത്സംഗത്തിലെ ശ്രേഷ്ഠരായ ഭക്തന്മാരുമായിട്ട് സംസാരിക്കൂ, അങ്ങനെയൊക്കെ നേരെയാവൂ എന്ന് ഭഗവാൻ പറഞ്ഞു തരുന്നതാണ്. അങ്ങനെയൊക്കെ ഒന്ന് നേരെയാവാൻ ശ്രമിക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതെ, സംശയമുണ്ടോ പ്രഭു? സന്തോഷ പ്രഭു. സന്തോഷം. ഹരേ കൃഷ്ണ. അപ്പോ 1 മിനിറ്റ് ഉണ്ട്. പ്രഭു, എനിക്ക് ഒരു ചെറിയ ഡൗട്ട് എന്ന്, ഇതിപ്പോ രുദ്രഗീത ഇത് വായിച്ചില്ലേ നമ്മള്, ഇതെല്ലാം നമുക്ക് ശരിക്കും ഈ ഭഗവാന് ഈ ശിവമായിട്ടുള്ള കാര്യങ്ങളാണോ ഇത് പറയുന്നത്? അതോ ആത്മീയമായിട്ട് എന്തോ ആ തലത്തിലേക്കല്ല ഭൗതികമായിട്ടല്ല വരുന്നുള്ളൂ ഇത്? അല്ല, ഭൗതികതയെ ആത്മീയമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക ചെയ്തേ. ഹരേ കൃഷ്ണ. എന്നാലേ നമ്മുടെ കർത്തവ്യങ്ങൾ പെർഫെക്ഷൻ ആവുകയുള്ളൂ. അതാണ് മഹാദേവർ പറഞ്ഞതിന്റെ സാരം. എന്നും ഇത് ചെയ്തുകൊണ്ട്, വായിച്ചുകൊണ്ട്, മന്ത്രം ജപിച്ചുകൊണ്ട് തന്റെ ഭൗതികമായ കർമ്മങ്ങളിലേക്ക് കടക്കൂ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഈ രുദ്രഗീതം വായിച്ചത് ഏത് ബുക്കാണെന്ന് മനസ്സിലായില്ല. എല്ലാ ബുക്കും മേടിച്ചു വെച്ചിട്ടുണ്ട്. മാതാജി